നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ കേൾക്കുന്നൊരു പേരാണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ആദായ നികുതി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇൻകം ടാക്സ്? നമുക്കൊരു കോമൺ മാനിന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഇൻകം ടാക്സിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയും? ഇൻകം ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ പലരും ആ വാക്കിലുള്ളത് പോലെ തന്നെ, അതായത് നമുക്കൊരു വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് വരുമാനം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ടാക്സ് ഒന്നും കൊടുക്കണ്ട. കാരണം പല ആളുകളുടെയും ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ടാക്സ് വരുന്നത്. അപ്പം നമുക്ക് നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ വരുമാനമല്ല എന്ന് വിചാരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പലരും ചോദിക്കുന്നതാണ്, എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു 5 ലക്ഷം രൂപ കടം തന്നു, ഇതിന് ടാക്സ് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിന് ടാക്സ് വരില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വരുമാനമല്ലല്ലോ, നമുക്ക് ഈ കടം കൊടുത്ത് കിട്ടിയ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കണം ഡെഫിനറ്റായിട്ട്. അതുപോലെ തന്നെ പലരും വേറെ തരത്തിൽ ചോദിക്കണം, എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചപ്പോൾ GST ഒക്കെ എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കണോ? അപ്പോൾ ഇതൊക്കെ എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനമോ സേവനമോ വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സാണ്. അവിടെ നമ്മുടെ വരുമാനമായിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. പക്ഷേ ഇൻകം ടാക്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു യുവർ ഇൻകം. നിങ്ങൾക്കൊരു വരുമാനമുണ്ട്, ആ വരുമാനം പ്രത്യേക സ്ലാബുകളിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനി വരുമാനമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ടാക്സ് ഒന്നുമില്ല. ഇതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ ഡെഫിനിഷൻ.